തിരുവനന്തപുരം ചിറയൻകീഴിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം കത്തി നശിച്ചു. ഓട്ടോയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടറുമാണ് കത്തി നശിച്ചത്. ബിജെപി പ്രവർത്തകന്റെ വീട്ടിലായിരുന്നു ആക്രമണം. തീ വെച്ചതാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിവരങ്ങളുമായി അഭിലാഷ് ആറ്റിങ്ങൽ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? രാഷ്ട്രീയ വിരോധമാണോ ആക്രമണത്തിന് പിന്നിൽ? എന്തെങ്കിലും തെളിവുകൾ, സൂചനകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ചിറയൻകീഴിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും RSSന്റെ ഒരു സജീവ പ്രവർത്തകനും കൂടിയായ ബാബു എന്ന വ്യക്തിയുടെ വീട്ടിലായിരുന്നു വാഹനങ്ങൾ കത്തി നശിച്ചത്. ഒരു ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടിയുമാണ് ഈ നാശം സംഭവിച്ചത്. ഈ ഫയർഫോഴ്സ് ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു. അപ്പോഴേക്കും വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു എന്നാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബാബുവിന്റെ വീടിന് മുന്നിൽ 2 പേർ ഇരുചക്ര വാഹനത്തിൽ വന്നതായും ഇവർ ബാബുവിന്റെ വീടാണോ ഇത് എന്ന് പ്രദേശവാസികളായ ആളുകളോട് ചോദിച്ചതായും പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇത് ഏറെ പ്രധാനമായി ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത് 2ാമത്തെ തവണയാണ്, കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 2ാം തവണയാണ് ചിറയൻകീഴിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം, തീ വെച്ച് ആക്രമിക്കുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇതിനു മുന്നേ ഈ കഴിഞ്ഞ 17ാം വാർഡിലെ ഒരു BJP സ്ഥാനാർത്ഥിയായ ടിൻഡുവിന്റെ വീടിന്റെ ഡോറ് കത്തിക്കാൻ ശ്രമിക്കുകയും ഇത് ഈ ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ പുറത്തിറങ്ങിയപ്പോൾ ഈ 2 പേർ ഓടി രക്ഷപ്പെടുന്നത് CCTVയിൽ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഈ 2 ആഴ്ച പിന്നിടുമ്പോഴും ഈ പ്രതികളിലേക്ക് എത്തുവാൻ വേണ്ടി പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി BJP പ്രവർത്തകന്റെ തന്നെ വീടിന് നേരെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന വാഹനത്തിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം സംഭവിക്കുന്നത്. ഇതിലേറെ പ്രാധാന്യമായി നമുക്ക് പറയാൻ കഴിയുന്നത്, ആദ്യം ആക്രമണം നടന്ന ടിൻഡുവിന്റെ 17ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായ ടിൻഡുവിന്റെ ബൂത്ത് സെക്രട്ടറി കൂടിയാണ് ഈ ബാബു. മാത്രമല്ല ടിൻഡുവിന്റെ അടുത്ത ബന്ധുവുമാണ് ബാബു. അപ്പോൾ രാഷ്ട്രീയപരമായ ഒരു വൈരാഗ്യമാണോ മറ്റെന്തെങ്കിലുമാണോ എന്നൊരു കാര്യത്തിൽ പോലും മറുപടി നൽകാൻ പോലും വീട്ടിൽ ആക്രമണം നടത്തിയ കേസിലെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു വലിയ രാഷ്ട്രീയ സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും തുടർച്ചയായ BJP നേതാക്കളുടെ, BJP പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, വാഹനങ്ങൾ കത്തിക്കുന്നു. അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾക്ക് തടയിടാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് അത് കാരണമാകില്ലേ? ആ രീതിയിലൊരു തയ്യാറെടുപ്പുകൾ, മുൻകരുതലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ആക്രമണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്നതിന് ശേഷം CCTV ദൃശ്യം ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടും ഈ പ്രതികൾ ആരാണ് എന്നോ കണ്ടെത്താനോ ഈ ആക്രമണ ഉദ്ദേശമോ ഇതിനെപ്പറ്റിയോ എന്തെങ്കിലും ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. ഒരു തുമ്പുമില്ലാത്ത രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഈ സംഭവം നടന്നത്. ഈ സംഭവത്തിലും ഈ 17ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ബൂത്ത് സെക്രട്ടറി, അതിലുപരി ഈ ബാബു എന്ന വ്യക്തിയുടെ സഹോദരി പുത്രിയാണ് ഈ ടിൻഡു. അപ്പോൾ ഇത് എന്ത് രീതിയിലുള്ള ഏത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഈ BJPയിൽ ഉള്ളവർക്കോ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിനെ കുറിച്ച് പോലീസിന് പോലും വ്യക്തമായൊരു കാഴ്ചപ്പാട്, വ്യക്തമായൊരു വിവരം അവർക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലേറെ ആശങ്കാജനകം. ഇത് ഈ പ്രദേശത്തുള്ള മറ്റ് BJP പ്രവർത്തകർക്കും മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് കൂടുതൽ വലിയ വലിയ സംഘർഷങ്ങളിലേക്ക് കടക്കുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ടോം, വ്യക്തമാണ്. അഭിലാഷ് ആറ്റിങ്ങിലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ചിറയൻകീഴിലാണ് തുടർച്ചയായി BJP പ്രവർത്തകരുടെ, സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ BJP പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്.